വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരിടവേളയ്ക്ക് ശേഷം സാന്റോസിന്റെ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയ നെയ്മർ ജൂനിയർ തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ചപ്പക്കോയൻസ് എന്ന ടീമായിരുന്നു സാന്റോസിന്റെ എതിരാളികൾ. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. നെയ്മർ ജൂനിയർ ആണ് ഈ മത്സരത്തിൽ സാന്റോസിന് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. 2 ഗോളുകൾ അദ്ദേഹം നേടി. മാത്രമല്ല മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത്. അതായത് ഈ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയത് നെയ്മറാണ്. 36-ാമത്തെ മിനിറ്റിലാണ് നെയ്മറുടെ ഗോൾ പിറന്നത്. നെയ്മർ തന്നെ തുടങ്ങി വെച്ച ഒരു മുന്നേറ്റമായിരുന്നു. പിന്നീട് ബാരിയറിന്റെ പാസ് നെയ്മറിലേക്ക് തന്നെ വന്നു. ഒരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ നെയ്മർ ജൂനിയർ അത് ഗോളാക്കി മാറ്റി. അങ്ങനെ സാന്റോസ് ലീഡുമായി ആദ്യ പകുതിയിൽ കളം വിട്ടു. പക്ഷെ 51-ാമത്തെ മിനിറ്റിൽ ചപ്പക്കോയൻസ് തിരിച്ചടിച്ചു. മാത്രമല്ല 62-ാമത്തെ മിനിറ്റിൽ സാന്റോസ് ഒരു സെൽഫ് ഗോൾ വഴങ്ങി എന്നുള്ളതാണ്. എന്നാൽ മത്സരത്തിന്റെ അവസാനത്തിൽ സാന്റോസിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. നെയ്മർ ജൂനിയർ ആ പെനാൽറ്റി ഗോളാക്കി മാറ്റി. അങ്ങനെ 2 ഗോളുകൾ നെയ്മർ ഈ മത്സരത്തിൽ സ്വന്തമാക്കി. അങ്ങനെയാണ് സാന്റോസ് സമനില നേടിയെടുത്തിട്ടുള്ളത്. നെയ്മറുടെ പ്രകടനത്തിന്റെ കണക്കിലേക്ക് വരാം. 2 ഗോളുകൾ ഈ മത്സരത്തിൽ നേടി. ആകെ 9 ഷോട്ടുകൾ നെയ്മർ എടുത്തിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് 5 ഷോട്ടുകൾ ഉതിർക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ 2 കീ പാസുകൾ, 105 ടച്ചുകളാണ് ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ടച്ചുകൾ നടത്തിയ താരം അത് നെയ്മർ ജൂനിയർ ആണ്. 7 ഡുവലുകൾ വോൺ ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞു. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഡുവലുകൾ വോൺ ചെയ്ത താരം നെയ്മർ ജൂനിയർ ആണ്. 4 ഫൗളുകളാണ് നെയ്മർക്ക് നേരിടേണ്ടി വന്നത്. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഫൗളുകൾക്ക് ഇരയാവേണ്ടി വന്ന താരവും നെയ്മർ ജൂനിയർ ആണ്. അങ്ങനെ നെയ്മർ കളം നിറഞ്ഞു കളിച്ച ഒരു മത്സരമാണ് ഇത്. സോഫാ സ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് 9.5 ആണ്. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ച താരം അത് നെയ്മർ ജൂനിയർ ആണ്. മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. വിമർശകരുടെ വായടപ്പിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.